നമസ്കാരം. വാർത്താരംഭം ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. മാനന്തവാടിയിൽ നിന്ന് പിടികൂടിയ തണ്ണീർക്കൊമ്പൻ ചരിഞ്ഞു. കൊമ്പൻ ചരിഞ്ഞത് ബന്ദിപ്പൂരിൽ വെച്ച് സ്ഥിരീകരിച്ച് കർണാടക വനംവകുപ്പ്. 20 ദിവസത്തിനിടെ മയക്കുവെടിയേറ്റത് 2 തവണ. പോസ്റ്റ്മോർട്ടം ഇന്ന്. സർവകലാശാല വിഷയങ്ങളിൽ നിർണായക നീക്കവുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പ് സ്റ്റേ ചെയ്തു. സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ അയക്കാനും നിർദ്ദേശം. മുസ്ലിം ലീഗിനെതിരെ പരോക്ഷ വിമർശനവുമായി സമസ്ത. വഹാബിയും സുന്നിയും ഏതെന്ന് തിരിയാത്ത സങ്കരമുണ്ടെന്ന് ഉമ്മർ ഫൈസി മുക്കം. സമസ്തയെ കളിപ്പാട്ടമായി മാറ്റാനും ചിലർ ശ്രമിക്കുന്നു. ആലിമീങ്ങളെ ഓട്ടിലിട്ട് വറുക്കാൻ ശ്രമിക്കുന്നത് വിവരക്കേടാണെന്നും വിമർശനം. രാജ്യത്ത് ആദ്യമായി ഏക വ്യക്തി നിയമം നടപ്പിലാക്കാനൊരുങ്ങി ഉത്തരാഖണ്ഡ്. കരട് റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ മന്ത്രിസഭായോഗം ഇന്ന്. അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ബിൽ പാസാക്കിയേക്കും. ജോർദാനിലെ സൈനിക കേന്ദ്രത്തിനു നേരെ ഉണ്ടായ ആക്രമണത്തിൽ തിരിച്ചടിച്ച അമേരിക്ക. ഇറാഖിലെയും സിറിയയിലെയും 85 ഇറാൻ കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം. ലക്ഷ്യം കാണും വരെ ആക്രമണം തുടരുമെന്ന് ബൈഡൻ. വാർത്തകൾ